السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد بن عبد الله صلى الله عليه وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, നബിദിനാഘോഷം അത് ആരാണ് തുടങ്ങി വെച്ചത് എന്നും അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് എന്നും നബിദിനാഘോഷം ലോകത്ത് ആരംഭിച്ച ആളുകളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുമാണ് നമ്മൾ കഴിഞ്ഞ സംസാരത്തിലൂടെ ശ്രവിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനോളം അല്ലെങ്കിൽ ജീവനേക്കാൾ സ്നേഹിച്ചിരുന്ന ആളുകളായിരുന്നു പ്രവാചകൻ്റെ സ്വഹാബികൾ. അവർക്ക് ശേഷം വന്ന നമ്മുടെ മുൻഗാമികളായ ആളുകളെല്ലാവരും അവരൊന്നും പ്രവാചക സ്നേഹത്തിൻ്റെ ചിത്രമായി നബിദിനാഘോഷമല്ല കാണിച്ചു തന്നത് എന്നത് നമ്മൾ ആദ്യത്തെ സംസാരത്തിൽ മനസ്സിലാക്കി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം അവകാശപ്പെട്ടുകൊണ്ട് പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഓരോ വർഷത്തിലും റബീഉൽ അവ്വൽ വരുമ്പോൾ, പ്രത്യേകിച്ച് അതിൻ്റെ 12-ൻ്റെ അന്ന് ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും വർഷത്തിൽ ഈ ദിവസം ആഘോഷിച്ചുമാണ് പ്രവാചകൻ്റെ ജന്മദിനം കൊണ്ടാടേണ്ടത് എന്നാണ് നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ വർഷങ്ങളായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് ചരിത്രം മുതൽ അങ്ങോട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം അവർക്ക് പറയാനുണ്ട്. എന്നാൽ ആദ്യ നൂറ്റാണ്ടുകളിലൊന്നും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കപ്പെട്ടിട്ടില്ല എന്നത് നമ്മൾ കഴിഞ്ഞ സംസാരങ്ങളിലൂടെ മനസ്സിലാക്കി. സഹോദരിമാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ദീന് പരിപൂർണമാക്കി തന്നിട്ടാണ് പോയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ചെയ്ത ഒരേ ഒരു ഹജ്ജ്, ആ ഹജ്ജിൻ്റെ അറഫ മൈതാനിയിൽ വെച്ച് ദുൽഹിജ്ജ 9-ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ വചനമിറക്കിക്കൊണ്ട് പഠിപ്പിച്ചത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാനിതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നാം പരിപൂർണമാക്കി തന്നിരിക്കുന്നു. വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങളുടെ മതമായി കൊണ്ട് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പ്രഖ്യാപിച്ചതും 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നതുമായ ആയത്താണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി മതം പരിപൂർണമായിട്ടുണ്ട്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഈ വചനമിറങ്ങിയതിന് ശേഷവും ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ വചനമിറങ്ങിയതിന് ശേഷം ഇസ്ലാമിൽ ഒരു പുതിയ നിയമം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, ഒരു പുതിയ ആചാരം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അഥവാ ഇസ്ലാം ദീൻ എന്ന ഇബാദത്ത്, ഇസ്ലാം ദീനുള്ള ആചാരങ്ങൾ ആ ആയത്തിൻ്റെ അവതരണത്തോടുകൂടി പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു കാര്യം ഇസ്ലാമിൻ്റെ ദീനിൽ ആരെങ്കിലും കൂട്ടിക്കലർത്തുന്നുണ്ട് എങ്കിൽ അവർക്ക് യാതൊരു വിധ തെളിവും അവർക്ക് കരസ്ഥമാക്കുവാൻ, കൊണ്ടുവരുവാൻ, സ്ഥാപിക്കുവാൻ സാധ്യമാവുകയില്ല. പിന്നീട് ഇസ്ലാമിൻ്റെ പേരിൽ കൂട്ടിക്കലർത്തുന്ന ഏതൊരു തെളിവുകളുടെയും ഏതൊരു ബിദ്അത്തിൻ്റെയും കാര്യങ്ങൾക്ക് തെളിവന്വേഷിച്ചു നോക്കുമ്പോൾ രണ്ടാലൊരു കാര്യമാണ് നമ്മൾക്ക് കാണാൻ സാധ്യമാകുന്നത്. ഒന്നുകിൽ ഈ ദീനിലേക്ക് കൂട്ടിക്കലർത്തിയ ബിദ്അത്ത് അത് സ്ഥാപിക്കാൻ വേണ്ടി അവരുടേതായ തെളിവുകൾ ഉണ്ടാക്കും, കെട്ടിയുണ്ടാക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഹദീസുകൾ വരെ കെട്ടിച്ചമച്ചുകൊണ്ടല്ലാതെ അവർക്ക് അത്തരം ആഘോഷം സ്ഥാപിക്കുവാൻ സാധ്യമാവുകയില്ല. രണ്ടാമത്, അങ്ങനെ അവർ കെട്ടിയുണ്ടാക്കുന്നില്ല എങ്കിൽ വിശുദ്ധ ഖുർആനിലും ഹദീസിലുമുള്ള ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്, തങ്ങളുടെ ആചാരങ്ങൾക്ക് തങ്ങൾക്കൊപ്പിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ടല്ലാതെ അത്തരം കാര്യങ്ങൾക്ക് തെളിവ് പിടിക്കുവാൻ സാധ്യമാവുകയില്ല. ഈ രൂപത്തിൽ നബിദിനാഘോഷത്തിന് തെളിവായി കൊണ്ടുദ്ധരിക്കുന്ന ഏതാനും ചില തെളിവുകൾ നമ്മൾ സാധാരണയായി കേട്ട് പരിചരിക്കുന്ന, എപ്പോഴും ആളുകൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സജീവമാകുന്ന ഈ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതാനും ചില തെളിവുകൾ, അതിൻ്റെ നിരസ്ഥിതി എന്താണെന്ന് പരിശോധിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു സംസാരത്തിലൂടെ. ഒന്നാമതായി, സാധാരണ നമ്മളെല്ലാവരും കേൾക്കുന്ന നബിദിനാഘോഷം തെളിവായിക്കൊണ്ട് കേൾക്കുന്ന ഒരു തെളിവാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുൽ ബിഫദ്ലില്ലാഹി വ ബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന ആയത്ത്. എന്താണ് അതിൻ്റെ അർത്ഥം? പുൽ റസൂലേ പറയണം, ബിഫദ്ലില്ലാഹി വ ബിറഹ്മതിഹി, അല്ലാഹുവിൻ്റെ ഫദ്ലും റഹ്മത്തും കൊണ്ട്, ഫബിദാലിക ഫല്യഫ്റഹു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഫദ്ലും റഹ്മത്തും കൊണ്ട് സന്തോഷിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഏതാണ് റഹ്മത്ത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് രണ്ടാമതൊരു തെളിവ് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയും. അഥവാ പ്രവാചകനോട് അല്ലാഹു പറഞ്ഞു, റസൂലേ, താങ്കളെ ഈ ലോകത്തിന് റഹ്മത്തായി കൊണ്ടല്ലാതെ കാരുണ്യമായി കൊണ്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്ന്. അപ്പോൾ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന റഹ്മത്ത്, ആ റഹ്മത്ത് കൊണ്ട് ഫബിദാലിക ഫല്യഫ്റഹു, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ ഖുർആനിലുണ്ട്. അപ്പോൾ ഖുർആൻ കൊണ്ട് ആയത്ത് കൊണ്ട് തെളിഞ്ഞിരിക്കുന്നു, ആയത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനയല്ലേ, അപ്പോൾ എന്തുകൊണ്ട് വഹാബികളെ നിങ്ങൾ ആഘോഷിക്കുന്നില്ല എന്ന ഗവൺമെന്റ് ചോദ്യങ്ങളാണ് ഈ ആയത്ത് ചേർത്ത് പറഞ്ഞുകൊണ്ട് ആളുകൾ പറയാറുള്ളത്. എന്താണ് ഇതിന്റെ വസ്തുത? സഹോദരന്മാർ, നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ വാദമുകൾ, ഈ തെളിവ് തീർത്തും ബാലിശമാണെന്ന് മനസ്സിലാകും. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ തന്നെ എന്താണ് ഈ വിഷയം പഠിപ്പിക്കുന്നത്? സൂറത്ത് യൂനുസിന്റെ 58ാമത്തെ വചനത്തിലെ തൊട്ട് മുമ്പുള്ള വചനം അല്ലാഹു പറയുന്ന കാര്യം എന്താണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉപദേശം ഇതാ, സാരോപദേശം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ള രോഗശമനവും ഇതാ വന്നിരിക്കുന്നു. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുത്തഖീൻ, മുഅ്മിനീൻ വിശ്വാസികൾക്ക് ഹുദയും റഹ്മത്തും നേർമാർഗവും കാരുണ്യവും ഇതാ വന്നിരിക്കുന്നു. അതിനുശേഷമാണ് അല്ലാഹു പറയുന്നത് ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു, നിങ്ങൾ അതുകൊണ്ട് അല്ലാഹുവിന്റെ ഫضലും റഹ്മത്തും കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ കൊണ്ട് തന്നെ വ്യക്തമാണ് എന്താണ് അല്ലാഹു ഇവിടെ ഉദ്ദേശിച്ച ഫضലും റഹ്മത്തും എന്നുള്ളത്. അത് പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുമുണ്ട്. മുഫസ്സിറുകൾ എല്ലാം പറഞ്ഞ വളരെ സംക്ഷിപ്തമായ വിശദീകരണം നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധ്യമാകും. ഫضലുല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഫضൽ കൊണ്ടുള്ള ഉദ്ദേശം അത് വിശുദ്ധ ഖുർആനാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധമായ ഇസ്ലാമാണ്. ആ റഹ്മത്ത് ഇസ്ലാമാണ്, ഖുർആനാണ് ഫضൽ എന്ന് മുഫസ്സിറുകൾ പറയുന്നു. ഇബ്നു അബ്ബാസിനെ പോലെ, ഹസൻ ബസരിയെ പോലെ, ലഹാക്കിനെ പോലെ, ഖത്താദയെ പോലെയുള്ള സഹാബികളും താബിഈങ്ങളും തബൂ താബിഈകളുമാകുന്ന മുഫസ്സിറുകൾ എല്ലാവരും അവരൊക്കെ പറഞ്ഞ അഭിപ്രായം, ഏറ്റവും പ്രബലമായ അഭിപ്രായം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനാണ് ഫضൽ എന്നും റഹ്മത്ത് എന്നത് ഇസ്ലാമാണ് എന്നുമാണ്. ഈ രൂപത്തിൽ തന്നെയാണ് മുഫസ്സിറുകൾ എല്ലാം വിശദീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഏതാനും തഫ്സീറുകൾ കാണുവാൻ സാധ്യമാകും. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് ഈ ആശയമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് ഇതേ ആശയം തന്നെയാണ്. ഇമാം തൊബരിയും അതേപോലെ തന്നെ അല്ലാമ റാസിയും എല്ലാം അവരുടെ തഫ്സീറുകളിൽ പറഞ്ഞിട്ടുള്ളത് ഇതേ ആശയമാണ്. ഇതിന് പുറമേയുള്ള അഭിപ്രായങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാ തഫ്സീറുകളും ഒക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഫضൽ എന്ന വിഷയത്തിലും റഹ്മത്തിന്റെ വിഷയത്തിലും വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധ്യമാകും. ഫضലുല്ലാഹ് എന്ന് പറഞ്ഞാൽ 11ഓളം അഭിപ്രായങ്ങൾ നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞത് കാണാൻ സാധ്യമാകും. ഫضലുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് എന്നും ഖുർആനാണ് എന്നും സന്മാർഗമാണ് എന്നും ഈമാനാണ് എന്നും തുടങ്ങിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ. അതിലൊന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഫضൽ, റഹ്മത്തല്ല. ഫضൽ പ്രവാചകനാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനിയോ റഹ്മത്ത് എന്നതിന്റെ വിഷയത്തിലും 14ഓളം അഭിപ്രായങ്ങൾ മുഫസ്സിറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. റഹ്മത്തിന്റെ ഉദ്ദേശം ഖുർആനാണ് എന്നും അതിന്റെ ആളുകളാണ് എന്നും ഈ സത്യദീനാണ് എന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നും അലി റളിയല്ലാഹു അൻഹു ആണെന്നും എല്ലാം ആ വിഷയങ്ങളിലെല്ലാം വ്യത്യസ്തങ്ങൾ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ ഫضലുല്ലാഹ് റഹ്മത്ത് എന്ന വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു അഭിപ്രായമാണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നുള്ളത്. എന്നിട്ട് ആ റഹ്മത്താകുന്ന കാരുണ്യം കൊണ്ട്, റസൂലാകുന്ന കാരുണ്യം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കും, ഇബ്ലീസിന്റെ ആളുകൾ ദുഃഖിക്കും എന്നാണ് സാധാരണ പറയാറുള്ളത്. എങ്കിൽ അത്തരം ആളുകളോട് ചോദിക്കുവാനുള്ളത്, സഹോദരന്മാരെ ഈ ആയത്തിന്റെ ഉദ്ദേശം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നും ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുകയുമാണ് ഈ ആയത്തിന്റെ ഉദ്ദേശമെങ്കിൽ ഇവിടെ ഞാൻ സൂചിപ്പിച്ച റഹ്മത്ത് എന്നതിന്റെ പണ്ഡിതന്മാർ പറഞ്ഞ 14ഓളം അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങൾ റഹ്മത്തിന്റെ താല്പര്യമായി പറഞ്ഞ മുഫസ്സിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇതുകൊണ്ട് എങ്ങനെ ആഘോഷിക്കുന്നത്? പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്നു, നാടിലെ തോരണങ്ങൾ കിട്ടുന്നുവെങ്കിൽ ഖുർആനാണ് അഭിപ്രായം എന്ന് പറഞ്ഞനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് ആഘോഷിക്കുക? ഇസ്ലാമാണ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ എങ്ങനെ ആഘോഷിക്കുക? അതിനൊന്നും ആഘോഷം ആവശ്യമില്ലേ എന്ന് പറയേണ്ടി വരും. ഇനിയോ മാത്രവുമല്ല, ഇനി ഈ ആയത്തിന്റെ ഉദ്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് എന്ന് അഭിപ്രായപ്പെട്ടാൽ പോലും, അങ്ങനെ നമ്മൾ വകവെച്ച് കൊടുത്താൽ പോലും അതിന്റെ ഉദ്ദേശം നബിദിനം ആഘോഷിക്കലാണ് എന്നാണെങ്കിൽ സഹോദരന്മാരെ, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നിങ്ങൾ ആഘോഷിക്കണം, നിങ്ങൾ സന്തോഷിക്കണം എന്ന കൽപ്പനയാണ്. അപ്പോൾ ആ കൽപ്പന പ്രവാചകന്റെ സഹാബികൾ ചെയ്തത് ഏത് രൂപത്തിലാണ്? അതനുസരിച്ച് നബിദിനം ആഘോഷിച്ച പ്രവാചകന്റെ സഹാബി ആരാണ്? താബിഈങ്ങൾ ആരാണ്? നേരത്തെ ബഹുമാന ആശിഖിന്റെ സംസാരം നമ്മൾ കേട്ടു, പ്രവാചകന്റെ സഹാബികൾ എത്രത്തോളം റസൂൽ സ്നേഹിച്ചിരുന്നുവെന്ന്. അവരൊന്നും ഈ ആയത്തനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടില്ലാത്തവരാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ആ പ്രവാചകന്റെ സഹാബികൾ ആഘോഷിക്കാത്തത്, ഈ ആയത്ത് കൊണ്ട് മനസ്സിലാക്കാത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. യഥാർത്ഥമായ വിശദീകരണം എന്താണോ അതനുസരിച്ചുകൊണ്ട് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യം മാത്രമേ നമുക്കുള്ളൂ മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ പരമപ്രധാനമായി ആളുകൾ കൊണ്ടുവരുന്ന ആദ്യ തെളിവിന്റെ അവസ്ഥ ഇതാണ്. ഇനി രണ്ടാമത് കൊണ്ടുവരുന്ന വളരെ പ്രധാനമായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ പ്രവാചകന്റെ പ്രസവത്തിൽ സന്തോഷിച്ചുകൊണ്ട് റസൂലിന്റെ പിതൃവ്യനായ അബൂലഹബ് തന്റെ സുവൈബ എന്ന അടിമയെ മോചിപ്പിച്ചിട്ടുണ്ട്. സുവൈബയെ മോചിപ്പിച്ച കാരണത്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ച് സുവൈബയെ മോചിപ്പിച്ച കാരണത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ തിങ്കളാഴ്ചയും നരകശിക്ഷയിൽ നിന്നും ഇളവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ച് സുവൈബ എന്ന അടിമയെ മോചിപ്പിച്ചതുകൊണ്ട് തന്റെ 2 കൈവിരലുകൾക്കിടയിലൂടെ അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, അബൂലഹബിന് പോലും
അതുകൊണ്ട് സന്തോഷിച്ചപ്പോൾ അള്ളാഹു ഉപകാരം കൊടുത്തെങ്കിൽ നമ്മൾ പ്രവാചകന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചാൽ നമുക്ക് എത്രത്തോളം കൂലി ലഭിക്കും എന്നാണ് ഈ ആളുകൾ പറയാറുള്ളത്. സഹോദരന്മാരെ, എന്താണ് ഇതിന്റെ വസ്തുത? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമതായി ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് സ്വഹീഹുൽ ബുഖാരിയിലാണ്. ആളുകൾ ഇത് തന്നെ പറയാറ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് എന്ന രൂപത്തിൽ ആളുകൾ പറയാറുള്ളത്. കേട്ട് വന്ന സ്ഥിതിക്ക് ഇത് ഇമാം ബുഖാരി ഹദീസായി കൊണ്ട് പറഞ്ഞ, ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ലാത്ത ഉദ്ധരണിയാണ് എന്ന രൂപത്തിൽ ചില ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് പ്രവാചകനെ പറഞ്ഞതാണ് എന്ന് വരെ ചില ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ സത്യാവസ്ഥ എന്താണ്? അതൊന്നുമല്ല സത്യാവസ്ഥ. ഈ സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൻ നിക്കാഹിൽ ബാബു ലാ യതസവ്വജ് അക്സറ മിൻ അർബ, 4-ൽ കൂടുതൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന വിഷയം വിശദീകരിക്കുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യത്തിന് അതിന് തുടർച്ചയായിക്കൊണ്ട് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഖൗൽ മാത്രം കൊടുത്തതാണ്. എന്താണ് ഹദീസ്? നമുക്ക് ഇപ്രകാരം കാണാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഖാല ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഹദ്ദസനാ അൽ ഹക്കം ബിൻ നാഫി ഖാല അഖ്ബർനാ ശുഐബ് അൻ സുഹരി ഖാല അഖ്ബർനി ഉർവ ഇബ്നു സുബൈർ അന്ന സൈനബ് ബിൻത് ഇബ്നത അബി സലമ അഖ്ബറതഹു അന്ന ഹബീബ ബിൻത് അബി സുഫിയാൻ അഖ്ബറതക അന്നഹ ഖാലത്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹബീബ അഥവാ നമ്മുടെ ഉമ്മ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇൻകിഹ് ഉഖ്തി ബിൻത് അബി സുഫിയാൻ, എന്റെ സഹോദരി അബൂ സുഫിയാന്റെ മകൾ റസൂലേ താങ്കൾ വിവാഹം ചെയ്യണം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നു, അവ തുഹിബ്ബീന ദാലിക്, നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിന്റെ സഹോദരി വിവാഹം കഴിക്കുന്നത് നീ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുന്നു. അവർ പറഞ്ഞു, ഇന്ന ദാലിക ലാ യഹിൽ. അവർ തുറന്ന് പറയുകയാണ്, ഖുൽതു നഅം ലസ്തു ലക ബിമഖലിയ, റസൂലേ ഞാൻ താങ്കൾക്ക് ഏക ഭാര്യയല്ല, താങ്കൾക്ക് എനിക്ക് പുറമെ വേറെയും ഭാര്യമാരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വഹബ്ബു മൻ ശാറകനി ഫി ഖൈരിൻ ഉഖ്തി, ഞാനുമായി കൊണ്ട് ഒരു നന്മയിൽ പങ്കാളിയാകാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ സഹോദരിയാണ് എന്ന് അവർ പറയുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദാലിക ലാ യഹില്ലു ലി, അതെനിക്ക് അനുവദനീയമാവുകയില്ല എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അഥവാ 2 സഹോദരിമാരെ ഒരുമിച്ച് ഭാര്യയായി കൊണ്ട് വെക്കൽ അനുവദനീയമല്ല എന്ന ഒരു കാര്യം അവിടെ പഠിപ്പിക്കുകയാണ്. അത് പറഞ്ഞപ്പോൾ ഹബീബ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എങ്കിൽ ലൗ അന്നക فإننا نحدث أنك تريد أن تنكح بنت أبي سلمة, എങ്കിൽ താങ്കൾ അബൂ സലമയുടെ മകളെ വിവാഹം കഴിക്കുമെന്ന് നമ്മൾക്കിടയിൽ ചില വർത്തമാനമുണ്ടല്ലോ, അങ്ങനെ ആളുകൾക്ക് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അബൂ സലമയുടെ മകളെ എനിക്ക് വിവാഹം കഴിക്കുവാൻ പാടില്ല, കാരണം അവർ ഇന്നക ലബ്നതു അഖീ മിനർ റളാഅ, അബൂ സലമയുടെ മകൾ അവർ എൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്റെ പുത്രിയാണ് എന്നാണ്. കാരണം അബൂ സലമക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സുവൈബ എന്ന സ്ത്രീ മുല കൊടുത്തിട്ടുണ്ട്. അർളഅതനി അബാ സലമ സുവൈബ, എന്നെയും അബൂ സലമയെയും സുവൈബ മുലയൂട്ടിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വിവാഹം പാടില്ലാത്തതെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അതോടുകൂടി ഫലാ തഅർളന അലയ്യ ബനാതികുന്ന വലാ അഖവാതികുന്ന, നിങ്ങൾ നിങ്ങളുടെ മക്കളെയോ പെൺമക്കളെയോ സഹോദരിമാരെയോ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്നിടത്ത് ഹദീസ് അവിടെ അവസാനിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. അവിടെ സ്ക്രീനിൽ നിങ്ങൾ കൃത്യമായി കാണുവാൻ സാധ്യമാകും. ഹദീസ് അവിടെ അവസാനിച്ചു. അതിനുശേഷം ഖാല ഉർവ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ചേർന്ന് സുവൈബയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉർവത്ത് ബിൻ സുബൈർ എന്ന് ഉദ്ധരിക്കപ്പെട്ടത് ഇമാം ബുഖാരി എടുത്തു കൊടുക്കുകയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വഹീഹിനെ കുറിച്ചൊരു കേവല വിവരമുള്ള ആളുകൾക്കറിയാം. ഇമാം ബുഖാരി ഇപ്രകാരം ചില കാര്യങ്ങളൊക്കെ തഅലീഖായിക്കൊണ്ട് ചിലതിന്റെ ശേഷമോ അതിന് മുമ്പോ ഒക്കെ ചില കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പലരുടെയും അഭിപ്രായങ്ങൾ അങ്ങനെ കൊടുക്കാറുണ്ട്. അതൊന്നും സ്വഹീഹാണ് എന്ന് ഇമാം ബുഖാരിക്കും അഭിപ്രായമില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സനദോടുകൂടി കൊണ്ടുവരുന്ന ഇവിടെ ഈ ഹദീസിൽ തന്നെ വലാ ഖവാതികുന്ന എന്ന് പറയുന്നിടം വരെയുള്ള കാര്യമാണ് ഹദീസായി വന്നിട്ടുള്ളത്. അങ്ങനെ വന്നതൊന്നും ദഈഫ് ആയിട്ടില്ല. അതിനുശേഷം പലരുടെയും അഭിപ്രായങ്ങൾ കൊടുക്കുവാനുണ്ട്. ആ കൊടുക്കപ്പെടുന്ന അഭിപ്രായങ്ങൾ അതിൽ സ്വഹീഹും ദഈഫും എല്ലാം കൂടിക്കലർന്ന കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറയപ്പെട്ട കാര്യമാണ് സുവൈബ ആരാണ് എന്ന്. സുവൈബത്തുൻ മൗലാത്തുൻ ലി അബീ ലഹബ്, അബൂ ലഹബിന്റെ മൗലയാണ് അഥവാ അബൂ ലഹബ് മോചിപ്പിച്ച സ്ത്രീയാണ് സുവൈബ എന്ന് പറഞ്ഞാൽ. കാന അബൂ ലഹബിൻ അഅ്തഖഹാ ഫഅർളഅത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ലഹബ് ആ സ്ത്രീയെ മോചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്തിട്ടുമുണ്ട്. ഫലമ്മാ മാത അബൂ ലഹബിൻ, അങ്ങനെ അബൂ ലഹബ് മരണപ്പെട്ടപ്പോൾ ഉരിയഹു ബഅദു അഹ്ലിഹി, അബൂ ലഹബിന്റെ കുടുംബത്തിലെ ചില ആളുകൾക്ക് അദ്ദേഹം സ്വപ്നത്തിൽ കാണുകയുണ്ടായി. അങ്ങനെ ബിശദ്ദി ഹൈബ, എങ്ങനെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ നരകത്തിൽ അബൂ ലഹബിനെ കണ്ടു. അത് കണ്ടപ്പോൾ ആള് ചോദിച്ചു, മാ ലഖീത, എന്താ നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അബൂ ലഹബ് പറയുന്നത്, ലമ്മൽഖാ ബഅദകും ഗൈറ അന്നി സുഖീതു ഫീ ഹാദിഹി ബിഅതാഖതി സുവൈബ, സുവൈബയെ മോചിപ്പിച്ചതിന്റെ കാരണത്താൽ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ അളവ് കിട്ടുന്നതല്ലാതെ, എനിക്കിങ്ങനെ വെള്ളം കിട്ടുന്നതല്ലാതെ വേറെ ഒരു ഖൈറും എനിക്ക് ഇവിടെ ഇല്ല, അഥവാ നരകത്തിൽ ഞാൻ നരകിക്കുകയാണ് എന്ന് അബൂ ലഹബ് പറഞ്ഞുവെന്നാണ്. ഇവിടെ സ്വപ്നം കണ്ടതാരാണ് എന്നോ ആരോട് പറഞ്ഞുവെന്നോ ഒന്നും ഇവിടെ പറയപ്പെടുന്നില്ല. കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പറഞ്ഞത് സ്വപ്നം കണ്ടത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് എന്നും അല്ലാതെ മറ്റുള്ളവരാണ് എന്നും ഒക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതിന് ശറഹിൽ ഇബ്നു ഹജറും പോലുള്ളവരെ കൊണ്ടുവരുന്നുണ്ട്. ഏതായിരുന്നാലും ഇത് ആരോ കണ്ട ഒരു സ്വപ്നമാണ് എന്ന് ഹദീസിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല ഈ സംഭവം കൊണ്ടുവന്ന് ഇമാം ബുഖാരി കൊണ്ടുവന്നത് കിതാബുൻ നിക്കാഹിലാണ്, വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയം വിശദീകരിക്കുന്നിടത്താണ്. അതിൽ തന്നെ 4-ൽ കൂടുതൽ ആളുകളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ബാബ് വിശദീകരിക്കുന്നിടത്ത് അവിടെ സുവൈബ എന്നത് പ്രവാചകന് മുല കൊടുത്ത ഒരു സ്ത്രീയാണ് എന്ന കാര്യം പറയുന്നിടത്ത് സുവൈബയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെയാണ് സഹോദരന്മാരെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് തെളിവായി വരിക? ഇനി ഈ പറയപ്പെട്ട
കാര്യം സ്വഹീഹാണെങ്കിൽ തന്നെ, അത് പ്രവാചക ജന്മദിനാഘോഷത്തിന് തെളിവാണ് എങ്കിൽ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ മീലാദ് എന്നോ കിതാബ് മൗലിദ് നബി എന്നോ ഒക്കെ പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരു കിതാബോ ബാവോ ഇമാം ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവരണമായിരുന്നു. അങ്ങനെ ഒന്നും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഒന്നുമല്ല പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് ഇമാം ബുഖാരി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇമാം ബുഖാരിക്ക് അതൊരു തെളിവായി കിട്ടിയിരുന്നുവെങ്കിൽ ഏതെങ്കിലും വിധേന ഒരു ബാബിട്ടുകൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേകമായോ ഈ കാര്യം സൂചിപ്പിക്കുമായിരുന്നു. അങ്ങനെയൊന്നും കാണുവാൻ സാധ്യമാവുകയില്ല. ഇനിയോ ഇതിന്റെ വിശദീകരണത്തിലേക്ക് വന്നാൽ, അബൂലഹബ് സുവൈബയെ മോചിപ്പിച്ചത് എപ്പോഴാണ് എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിന് ശേഷമാണെന്ന അഭിപ്രായമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പാണ് എന്ന അഭിപ്രായമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന സമയത്താണ് എന്നൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ. ഒരു അഭിപ്രായം, അതിൽ പ്രബലമായ അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിന് ശേഷം പിന്നെ മോചിപ്പിക്കപ്പെട്ടു. അതേപോലെ തന്നെ അങ്ങനെ മോചിപ്പിക്കപ്പെട്ട സുവൈബ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്തു എന്നത് നമുക്കത് മനസ്സിലാക്കാൻ സാധ്യമാകും. ഇനി സഹോദരന്മാരെ, ഈ പറയപ്പെട്ട സംഗതി ലഈഫാണ് എന്ന്, ദുർബലമാണ് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇത് സ്വഹീഹാണ് എന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ തന്നെ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രശ്നം? അബൂലഹബ് ആരാണെന്ന് നമുക്കറിയാം. അബൂലഹബ് കാഫിറാണ്. കാഫിറുകൾ നരകത്തിൽ ശാശ്വതരാണ്. മാത്രമല്ല, നരകത്തിൽ കാഫിറുകൾക്ക് യാതൊരു സൗഖ്യവും ലഭിക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്. അബൂലഹബിന് നരകത്തിൽ ഇളവ് ലഭിക്കുന്നു എന്ന് നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആന് വിരുദ്ധമാണ് സംഭവം എന്ന് പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ച കാര്യമെന്ന വല്ലദീന കഫറു ലഹും നാറു ജഹന്നം, കാഫിറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴുക്കിപ്പിച്ചിരിക്കുന്നത് നരകത്തിന്റെ അഗ്നിയാണ്. ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിക, അവർക്ക് ശിക്ഷയിൽ യാതൊരു ഇളവും ലഭിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, തീർന്നില്ല. പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഖാലല്ലദീന ഫിന്നാരി ലിഖസനതി ജഹന്നം, നരകത്തിൽ കിടക്കുന്ന ആളുകൾ നരകത്തിന്റെ കാവൽക്കാരോട് പറയുന്നത് ഉദ്ഉ റബ്ബക്കും യുഖഫിഫു അന്നാ യൗമൻ മിനൽ അദാബ്, ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ശിക്ഷയിൽ ഒരു ഇളവ് നൽകാൻ അല്ലാഹുവോട് നിങ്ങളൊന്ന് പറയണേ എന്ന് നരകവാസികൾ നരകത്തിന്റെ കാവൽക്കാരോട് പറയുമെന്നും, എന്നാൽ ആ ആളുകൾ അങ്ങനെ ഒരു ഇളവ് നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് പറയുകയും നിങ്ങൾക്കടുക്കിലേക്ക് ഇളവ് ലഭിക്കാൻ വേണ്ടി എന്തു ചെയ്യണമെന്ന് പഠിപ്പിക്കുവാൻ പ്രവാചകന്മാർ, താക്കീതുകാർ, ദൂതന്മാർ വന്നില്ലേ എന്ന് നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നരകവാസികൾക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടില്ല എന്നാണ്. മാത്രവുമല്ല, തീർന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിന്റെ 23-ാം വചനത്തിൽ പഠിപ്പിച്ചത് വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, ഈ സത്യനിഷേധികളുടെ കുഫാറുകളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബാഅൻ മൻസൂറൻ, ചിതറിയ ധൂളികളാക്കിക്കൊണ്ട് പറച്ചു കളയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ കുഫാറുകൾ എന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ചെയ്യുന്ന നന്മകൾ ഒന്നും അവർക്ക് ഉപകാരപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് വ്യക്തമാണ്. എങ്കിൽ എങ്ങനെയാണ് സഹോദരന്മാരെ അബൂലഹബിനെ ഈ രൂപത്തിൽ കുടിവെള്ളം ലഭിക്കുമെന്ന് നമ്മൾക്ക് വിശ്വസിക്കുവാൻ കഴിയുക? മാത്രവുമല്ല, ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നുമുണ്ട്. അദ്ദേഹം പറയുകയാണ്, വഫിൽ ഹദീസി ദലാലത്തുൻ അലാ അന്നൽ കാഫിറ ഖദ് യൻഫഉഹു അൽ അമലു സാലിഹ് ഫിൽ ആഖിറ, ഈ ഹദീസിൽ കുഫാറുകൾക്ക് പരലോകത്ത് അവരുടെ പ്രവർത്തനങ്ങൾ ഉപകാരപ്പെടുമെന്നുള്ളതിന് സൂചന ഈ ഹദീസിലുണ്ട്. ലാകിന്നഹു മുഖാലിഫുൻ ലിലാഹിറിൽ ഖുർആൻ, എന്നാൽ ആ അഭിപ്രായം ഖുർആനിൽ ലാഹിറിന് വിരുദ്ധവുമാണ്. അല്ലാഹു പറഞ്ഞത് വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു അത് ഖുർആനെതിരാണ്, അങ്ങനെ സംഭവിക്കില്ല എന്ന്. അപ്പോൾ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരന്മാർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറും കെട്ടിയുണ്ടാക്കിയ തെളിവ് മാത്രമാണ്. അവരുടെ വാദത്തിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി തീർത്തതാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഏതൊരു സാധാരണക്കാരനും അറിയാം അബൂലഹബിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണ് എന്ന്. ആ വിഷയത്തിൽ ഒരു സൂറത്ത് തന്നെ അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ രണ്ടു കരങ്ങളും നശിച്ചിരിക്കുന്നുവെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവന്റെ ഒരു സമ്പത്തും അവന് ഉപകാരപ്പെട്ടില്ല എന്ന് അല്ലാഹു പറയുന്നു. രണ്ടു കരങ്ങൾ നശിച്ചിരിക്കുന്നുവെന്ന് അല്ലാഹു പറയുന്നു. എന്നാൽ കരങ്ങൾക്കിടയിലൂടെ വെള്ളം കിട്ടിയെന്ന് ആരോ കണ്ട സ്വപ്നവും പറയുന്നു. അബൂലഹബ് എന്തുപകാരം ചെയ്താലും സമ്പത്ത് ചെലവഴിച്ചാലും അതൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. എന്നാൽ അബൂലഹബിന്റെ മോചനം ഉപകാരമായി മാറിയെന്ന് ചില ആളുകൾ പറയുന്നു. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വിശ്വസിക്കണോ, അതല്ല ആരെങ്കിലും പറഞ്ഞ സ്വപ്നങ്ങൾ നമ്മൾ വിശ്വസിക്കണോ എന്ന് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മൾക്ക് വിശ്വസിക്കേണ്ടത് സ്വപ്നങ്ങളല്ല, വിശുദ്ധ ഖുർആനും ഹദീസ് നമുക്ക് എന്ത് പഠിപ്പിച്ചു നൽകുന്നു ആ കാര്യമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വപ്നം ഒരിക്കലും ദീനിൽ തെളിവല്ല. ഇനി ഈ പറയുന്ന കാര്യം സഹോദരന്മാരെ നമ്മൾ തെളിവിന് വേണ്ടി ഇതൊരു തെളിവായി അംഗീകരിച്ചു കൊടുത്താൽ തന്നെ, ഈ സ്വപ്നം പ്രവാചകന്റെ ജന്മദിനാഘോഷത്തിന് തെളിവാണ് നമ്മൾ വെറുതെ അംഗീകരിച്ചു കൊടുത്താൽ തന്നെ സമസ്തയിലെ മുസ്ലിയാക്കന്മാർ നമ്മൾക്കത് സമ്മതിച്ചു നൽകുകയുമില്ല. സ്വപ്നത്തെക്കുറിച്ച് ഇവരുടെ വിശ്വാസം എന്താണ്? പേരോട് പറഞ്ഞ് നിങ്ങൾ കേട്ട് നോക്കൂ. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളുടെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത്രേ നമുക്കും ഈ വിഷയത്തിൽ പറയാനുള്ളൂ.
ഖുർആനും ഹദീസും എന്ത് പറയുന്നു ഇവിടെ വ്യക്തമാണ്. അത് തള്ളിയിട്ട് ഏതെങ്കിലും സ്വപ്നം മാനദണ്ഡമാക്കേണ്ട ആവശ്യം വിശ്വാസികൾക്കില്ല എന്ന് പേരോട് തന്നെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഇനി പേരോട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഉസ്താദ് ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താണ്? കാന്തപുരം മുസ്ലിയാറും ഷാഫി മദ്ഹബി എന്ന ഒരു പുസ്തകത്തിന് അവതാരികയായി എഴുതി കൊടുത്ത വിഷയത്തിൽ കൃത്യമായി ഈ കാര്യം നിങ്ങൾ സ്ക്രീനിൽ കാണുവാൻ സാധ്യമാകും. അമ്പിയാക്കൾ ഒഴിച്ചുള്ളവരുടെ സ്വപ്നങ്ങൾ അത് ഇസ്ലാമിൽ രേഖയല്ല. സ്വപ്നം അടിസ്ഥാനമാക്കി ശറഇൽ ഒരു നിയമം സ്ഥിരപ്പെടുകയില്ല എന്ന് ചുരുക്കം. ഇസ്ലാമിക വിധികൾ കർമ്മശാസ്ത്ര നിദാനങ്ങളിൽ വാജിബ്, സുന്നത്ത്, ഹലാല്, കറാഹത്ത്, മുബാഹ്, ഹറാമ്, കറാഹത്ത്, മുബാഹ് എന്നിങ്ങനെ 5ആയി വിഭജിച്ചിട്ടുണ്ട്. ഒരു കാര്യം വാജിബെന്നോ സുന്നത്തെന്നോ മറ്റോ തീരുമാനിക്കുന്ന രേഖയായി സ്വപ്നം അവലംബിച്ചുകൂടാ എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം തുടർന്ന് പറയുന്നു, സഹാബിയുടെ സ്വപ്നവും രേഖയായി പരിഗണിക്കുകയില്ല. സ്വഹാബിയുടെ സ്വപ്നം കണ്ടാൽ അതും രേഖയായി പരിഗണിക്കുകയില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുവെങ്കിൽ ആര് സ്വപ്നം കണ്ടു എന്ന് തെളിവില്ലാത്ത ആരോ കണ്ട സ്വപ്നം എങ്ങനെയാണ് സഹോദരന്മാരെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ തെളിവായിക്കൊണ്ട് നമുക്ക് ഉദ്ധരിക്കുവാൻ കഴിയുക എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ തെളിവും അതിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു. അതും പൊള്ളത്തരമാണ്. ഇനിയോ മറ്റൊരു തെളിവ് പ്രധാനമായും ഈ ആളുകൾ കൊണ്ടുവരാറുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തെളിവ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മൃഗത്തെ അറുത്ത് വിതരണം ചെയ്തു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു മുഹറർ ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കൂടെ കാണാം. അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ അൻ നഫ്സിഹി ബഅദ നുബുവ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്തിന് ശേഷം സ്വന്തത്തിന് വേണ്ടി അഖീഖ അറുത്തു എന്ന്. ഇതാണ് നബിദിനാഘോഷത്തിന് തെളിവായി കൊണ്ടുവരാറുള്ളത്. സഹോദരന്മാരെ, അഖീഖ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. ഒരു കുട്ടി ജനിച്ചാൽ അതിൻ്റെ വിഷയത്തിൽ നമ്മളുടെ മേൽ സുന്നത്താക്കപ്പെട്ട വിഷയമാണ് അഖീഖ അറുക്കുക എന്നുള്ളത്. അങ്ങനെ പ്രവാചകൻ സ്വന്തത്തിന് വേണ്ടി അഖീഖ അറുത്തു എന്നുള്ളതാണ് ഈ ഹദീസിന്റെ ആശയം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ കിതാബിലും ഇമാം തൊബറാനിയും ബൈഹഖിയും മുബാറക് ഫൂരിയും എല്ലാം അവരുടെ കിതാബുകളിൽ ഈ ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാം ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞ വിഷയം ഈ ഹദീസ് സ്വീകാര്യോഗ്യമല്ല എന്നുള്ളതാണ്. ഈ ഹദീസ് സ്വീകരിക്കാൻ വകുപ്പില്ല, അത് തള്ളിക്കളയേണ്ട ഹദീസാണ്. മഹാനായ ഇമാം ബൈഹഖി പറയുന്നത് ഹുവ ഹദീസുൻ മുൻകറുൻ, ഈ ഹദീസ് മുൻകറായ ഹദീസാണ്, അഥവാ സ്വീകരിക്കാൻ പാടില്ല എന്ന്. ഇബ്നു ഹജർ പറഞ്ഞത് അത് ഒരിക്കലും സ്ഥിരപ്പെടുന്ന ഹദീസ് ലാ യസ്ബുത്, അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. വഹാദാ ഹദീസുൻ ബാത്തിലുൻ എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാം ഷാഫി എന്നറിയപ്പെട്ട ഇമാം നവവി പറഞ്ഞത് ഹാദാ ഹദീസുൻ ബാത്തിലുൻ, ഈ ഹദീസ് ബാത്തിലായ പൊള്ളയായ ഹദീസാണ്, ഇത് സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. ഹദീസ് ഉദ്ധരിച്ച് ഇമാം ബൈഹഖി തന്നെ പറഞ്ഞത് ഫഹുവ ഹദീസുൻ ബാത്തിലുൻ, ഈ ഹദീസ് ഒരു ബാത്തിലായ സ്വീകരിക്കാൻ പാടില്ലാത്ത ഹദീസാണ് എന്ന് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? ഈ ഹദീസിന്റെ റിപ്പോർട്ടർമാരിലുള്ള അബ്ദുല്ലാഹി ഇബ്നു മുഹറർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സ്വീകാര്യോഗ്യനല്ല. ആ റാവിയുടെ പ്രശ്നം കൊണ്ട് ആ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു മുഹററിനെ കുറിച്ച് പണ്ഡിതന്മാരൊക്കെ അദ്ദേഹം സ്വീകാര്യോഗ്യം തള്ളപ്പെടേണ്ടവരാണ് എന്നും ലഈഫാണ് എന്നും മത്രൂക്കാണ് എന്നും എല്ലാം പണ്ഡിതന്മാർ പറഞ്ഞത് കൃത്യമായി കൊണ്ട് കിതാബുകളിൽ കാണുവാൻ സാധ്യമാകും. മാത്രമല്ല ഇദ്ദേഹത്തിന് ഹദീസുകൾ സ്വീകാര്യോഗ്യമല്ലാത്തതിന്റെ കാരണമായി കൊണ്ട് തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് വഖദ് ഖാല അബ്ദുർ റസാഖ് ഇന്നഹും തറകൂ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മുഹറർ മിൻ അജ്ലി ഹാദൽ ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു മുഹററിന്റെ ഹദീസുകൾ അവർ സ്വീകരിക്കാത്തതിന്റെ കാരണം തന്നെ ഈ ഒരൊറ്റ ഹദീസാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു എന്ന കാരണത്താലാണ് ഈ റാവിയുടെ ഹദീസുകൾ സ്വീകരിക്കാത്തത് എന്ന് പറഞ്ഞെങ്കിൽ സഹോദരന്മാരെ, ആ ഹദീസ് തന്നെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ തെളിവായി ഉദ്ധരിക്കുന്നത് എത്ര വിരോധാഭാസവും എത്ര ബാലിശവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ തന്നെ ഈ ഹദീസിൽ എന്തേ കിട്ടുന്നുള്ളൂ? ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മേൽ അക്കീക്ക അറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവന് വലുതായി കഴിഞ്ഞാൽ അവന് സ്വന്തം അവൻ്റെ അക്കീക്ക അറുക്കാം എന്നേ ഈ ഹദീസിൽ കിട്ടുന്നുള്ളൂ. അത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമേ പണ്ഡിതന്മാർ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. എങ്കിൽ പിന്നെ മനസ്സിലാക്കുക എങ്ങനെയാണ് നബിദിനാഘോഷത്തിന് ഈ ഹദീസ് തെളിവാകുന്നത്. അപ്പോൾ ഓരോ തെളിവുകളുടെയും അവസ്ഥ ഇതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം ആഘോഷിക്കാൻ ഉദ്ധരിക്കുന്ന തെളിവുകളുടെ എല്ലാം ഹദീസിന്റെ അവസ്ഥ ഇതാണ്. ഇനി മറ്റൊന്നെന്താണ്? സാധാരണ ആളുകൾ പറയുന്നു പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം പ്രവാചകൻ തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഫീഹി ഉലിച്ചു വഫീഹി ഉൻസില അലൈഹി, ആ ദിവസമാണ് ഞാൻ ജനിച്ചത്, ആ ദിവസമാണ് എൻ്റെ മേൽ ഖുർആൻ ഇറക്കപ്പെട്ടത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു തിങ്കളാഴ്ച ഞാൻ ജനിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുക. അപ്പോൾ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കാൻ പ്രവാചകനെ പറഞ്ഞിരിക്കുന്നു. പ്രവാചകന്റെ ജന്മദിനമാണ് അതിന്റെ കാരണം. അപ്പോൾ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാമെന്ന് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചില്ലേ എന്നാണ് ചോദ്യം. സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കൂ, ഈ ഹദീസിനെ ഇതൊരു ജന്മദിനാഘോഷത്തിന്റെ നബിദിനാഘോഷത്തിന് തെളിവായിരുന്നുവെങ്കിൽ പണ്ഡിതന്മാർ ഈ ഹദീസ് കൊണ്ടുവരേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിതാബ് മൗലിദ് നബി എന്ന ഒരു കിതാബിന് കീഴിലായിരുന്നു. പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് വിശദീകരിക്കുന്ന ഹദീസ് എന്ന വിഷയത്തിലായിരുന്നു പണ്ഡിതന്മാർ ഇത് ഉദ്ധരിക്കേണ്ടത്. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് കാണാൻ സാധ്യമാകും ഇമാം മുസ്ലിമും ഇമാം അബൂദാവൂദും ഈ ഹദീസ് കൊണ്ടുവന്നത് കിതാബു സിയാമിലാണ്, നോമ്പിനെ വിശദീകരിക്കുന്ന ഹദീസ് പറയുന്ന കിതാബിലാണ്.
അതിൽ തന്നെ തിങ്കളാഴ്ച നോമ്പ് എടുക്കുന്ന കാര്യം പഠിപ്പിക്കുന്ന വിഷയം പറയുന്നിടത്താണ് ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. അഥവാ നോമ്പെടുക്കുന്ന കാര്യം ഏതൊക്കെ ദിവസങ്ങളിൽ സുന്നത്തായ നോമ്പുകളുണ്ട് എന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തിങ്കളാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതയും ആ നോമ്പും പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത എല്ലാവരും ഈ ഹദീസിനെ നോമ്പുമായി ബന്ധപ്പെട്ട ബാബിൽ തന്നെയാണ് കൊണ്ടുവന്നത് കാണുവാൻ സാധ്യം. അതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരു ഹദീസായിക്കൊണ്ട് ഒരു പണ്ഡിതനും ഈ ഹദീസിനെ ഉദ്ധരിച്ചതായി നമുക്കൊരു ഹദീസിന്റെ കിതാബിലും കാണുവാൻ സാധ്യമാവുകയില്ല. എങ്കിൽ സഹോദരന്മാരെ, നമ്മൾ ചോദിച്ചു നോക്കുക, ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഈ ഹദീസ് നബിദിനാഘോഷത്തിന് തെളിവാകുന്നത്? ഈ ഹദീസ് എങ്ങനെ ഇവരുടെ ആഘോഷം തെളിവായി ഉദ്ധരിക്കുവാൻ സാധ്യമാകും? ഇനി ഈ ഹദീസ് തെളിവായി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ റബീഉൽ അവ്വൽ 12-ന് നോമ്പെടുക്കണമെന്നല്ലേ ഈ ഹദീസ് കൊണ്ട് കിട്ടുകയുള്ളൂ? പ്രവാചകൻ ഞാൻ ജനിച്ച ദിവസങ്ങൾ നോമ്പെടുക്കണം എന്നാണ് പറഞ്ഞത്. ഇത് ഹദീസ് തെളിവായി കൊണ്ടുവന്നാൽ തന്നെ റബീഉൽ അവ്വൽ 12-ന് നോമ്പെടുക്കണം എന്നേ ഈ ഹദീസിൽ നിന്ന് കിട്ടൂ. നമ്മുടെ നാട്ടിൽ എന്താണ് കണ്ടുവരുന്നത്? റബീഉൽ അവ്വൽ 12 ഇനി ഒരു തിങ്കളാഴ്ച ആയിരുന്നെങ്കിൽ പോലും അന്നേ ദിവസം നോമ്പെടുക്കാനാണോ നമ്മുടെ നാട്ടിലെ പൗരോഹിത്യം പറയാറുള്ളത്? അവർ പറയാറുള്ളത് അന്നേ ദിവസം എത്ര തിന്നു തീർക്കാമെന്ന ചർച്ചയാണ്. എത്ര പോത്തിനെ ഇറക്കണം, എത്ര നെയ്ച്ചോറ് വിതരണം ചെയ്യണം എന്ന ചർച്ചയാണ് നടക്കാറുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസ് തെളിവായി കൊണ്ടുവരുന്ന ആളുകൾക്ക് തന്നെ അറിയാം ഈ ഹദീസ് നബിദിനാഘോഷത്തിന് തെളിവല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ അവർ ഉദ്ധരിക്കണമായിരുന്നു. അപ്പോൾ സഹോദരന്മാരെ, ആ തെളിവിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയോ സാധാരണ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായ സന്ദർഭത്തിൽ കാണാനുള്ള മറ്റൊരു കാര്യമാണ് നബിദിനാഘോഷത്തിന് ഫളില് പറഞ്ഞുകൊണ്ട് കുറേ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഉദ്ധരണി. ഇമാം അബൂബക്കർ റളിയല്ലാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഉമർ റളിയല്ലാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഹസൻ ബസ്രി പറഞ്ഞിരിക്കുന്നു എന്നിങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പല ആളുകളെയും ഉദ്ധരണികൾ കൊണ്ടുവരുന്നത് കാണാൻ സാധ്യമാകും. എന്താണ് സുഹൃത്തിൻ്റെ അവസ്ഥ? അതിൻ്റെ അവസ്ഥയും ഈ നേരത്തെ പറഞ്ഞ അതേപോലെ പരിതാപകരമാണ്. ഒരുപാട് സഹാബികളും താബീങ്ങളും അടങ്ങുന്ന ആളുകളുടെ ഒക്കെ ഉദ്ധരണികൾ അവരൊക്കെ ഉദ്ധരിക്കുന്നത് പ്രധാനമായും ഒരു കിതാബിൽ നിന്നാണ്. അന്നിഅമത്തുൽ കുബറ അൽ ആലം എന്ന് പറയുന്ന ഒരു കിതാബ്. ആ കിതാബിൽ നിന്നാണ് ഈ പറയപ്പെട്ട ഉദ്ധരണികളെല്ലാം ഉദ്ധരിച്ച് കാണാറുള്ളത്. ഈ കിതാബിന് മുമ്പ് മറ്റൊരു കിതാബിൽ ഇത്തരത്തിലുള്ള ഒരു ഉദ്ധരണികൾ മറ്റൊരു കിതാബിലും കാണാൻ സാധ്യമാവുകയില്ല. എല്ലാവരും ഉദ്ധരിക്കാറുള്ളത് ഈ കിതാബിൽ നിന്ന് തന്നെയാണ്. ഈ കിതാബ് എഴുതിയതുകൊണ്ട് പറയപ്പെടുന്നത് ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി ജനിക്കുന്നത് ഹിജറ 909-ലും മരണപ്പെടുന്നത് 974-ലുമാണ്. ഹിജറ 909 അഥവാ 9 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് ജനിച്ച ഒരു വ്യക്തിയാണ് ആദ്യമായി അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഉമർ റളിയല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞിരിക്കുന്നു എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് ആരും പറഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ 9 വർഷങ്ങൾക്ക് ഇപ്പുറത്തുള്ള ഒരാൾ പറഞ്ഞത് നമ്മൾ അപ്പടി സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാൾക്ക് അങ്ങനെ ഉദ്ധരിക്കാൻ പാടില്ലേ? ഉദ്ധരിക്കാം, യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ അങ്ങനെ ഉദ്ധരിക്കണമെങ്കിൽ അതിന് കൃത്യമായ സനദ് ആവശ്യമാണ്. അദ്ദേഹത്തിന് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അദ്ദേഹം വരെയെത്തുന്ന രൂപത്തിൽ സനദ് ഉദ്ധരിക്കേണ്ട ഉത്തരവാദിത്തം ആ വ്യക്തിക്കുണ്ട്. പ്രവാചകന്റെ സഹാബികൾക്ക് ശേഷം കാലങ്ങൾ നൂറ്റാണ്ട് കഴിഞ്ഞ് വരുന്ന വ്യക്തി അങ്ങനെ ഒരു കാര്യം പറയുന്നുവെങ്കിൽ അങ്ങനെ സനദ് ഉദ്ധരിക്കേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ സനദ് ഉദ്ധരിച്ചിട്ടില്ല. ഇനി ഏറ്റവും രസകരം എന്താണെന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട കിതാബ് ഇബ്നു ഹജറിന്റെ കിതാബും അല്ല. ഇബ്നു ഹജറിന് അങ്ങനെ ഒരു കിതാബേ ഇല്ല എന്ന് ബഹുമാനയുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ പറയുന്നുണ്ട്. സമയക്കുറവ് ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ കിതാബ് തന്നെ ഇല്ല എന്ന് എൻ്റെ പരിശോധനയിൽ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോ കെട്ടിച്ചമച്ച കിതാബാണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരാളുടെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കിതാബിൽ സനദ് കൊടുക്കാതെ അങ്ങനെ ഉദ്ധരിക്കപ്പെട്ട കാര്യങ്ങൾ സഹോദരന്മാരെ എങ്ങനെയാണ് ദീനിൽ തെളിവാകുന്നത്? ഇമാം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പറഞ്ഞതുപോലെ ഇസ്നാദു മിനദ്ദീൻ, സനദ് എന്ന് പറയുന്നത് അത് ദീനാണ്. വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ, സനദില്ലായിരുന്നുവെങ്കിൽ ആളുകൾ തോന്നിയതുപോലെ പറയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ രൂപത്തിൽ കൊണ്ടുവരപ്പെടുന്ന തെളിവുകളൊന്നും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. അങ്ങനെ കൊണ്ടുവരുന്ന തെളിവുകളെല്ലാം ബാലിശമാണെന്ന് മനസ്സിലാക്കുക. കാരണം പരിശുദ്ധമായ ഇസ്ലാം പരിപൂർണമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദീനിലേക്ക് ഇനി ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിക്കടത്തിയാൽ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ, പ്രവാചകൻ എന്ത് ചെയ്യാൻ കാണിച്ചു തന്നോ ആ കാര്യം മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകലാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും എളുപ്പവും സേഫ് ആയിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാക്കുക. നബിദിനാഘോഷം എന്ന കള്ളച്ചരച്ചിന് ആരോ കെട്ടി ഉണ്ടാക്കിയ കാര്യത്തിന് ഇത്തരം തെളിവുകളൊന്നും പ്രാപ്യമല്ലെന്ന് മനസ്സിലാക്കുക. ഇതല്ലാത്ത തെളിവുകളും ഒക്കെ ഉദ്ധരിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. വരും സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചോദ്യോത്തര വേദിയിലൊക്കെ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം. സത്യമായി കൂടെ മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി